ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ തിങ്കളാഴ്ച കൂടുതൽ രൂക്ഷമായതോടെ പ്രതിഷേധിക്കുന്നവരെ കൂട്ടത്തടങ്കലിൽ വെക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദ നിയമങ്ങൾ ലംഘിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. ആളുകളോട് ഒരു പ്രതിഷേധത്തിലും പങ്കെടുക്കരുതെന്ന് ടൗണിംഗ് സ്ട്രീറ്റ് ആവശ്യപ്പെട്ടു. ഡിഫൻസ് അവർ ജൂറീസ് എന്ന പ്രഷർ ഗ്രൂപ്പിലെ പ്രചാരകർ ശനിയാഴ്ച മധ്യ ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്ററിൽ പ്രതിഷേധം നടത്താൻ പദ്ധതിയിടുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ലണ്ടനിൽ ഒഴിവുകാലം ആഘോഷിക്കാനെത്തിയ ബ്രിട്ടീഷ് ദമ്പതികളുടെ മകനെ മറ്റൊരു വിമാനത്തിൽ കയറ്റി മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു. വൻ തിരക്കിനിടയിൽ കുട്ടി മാതാപിതാക്കളിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ CCTV പരിശോധനയിലാണ് കുട്ടി സെക്യൂരിറ്റി ചെക്കുകളെല്ലാം പൂർത്തിയാക്കി മിലൻ മാൽപെൻസ വിമാനത്താവളത്തിലേക്ക് വിമാനത്തിൽ കയറിയതായി കണ്ടെത്തിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 90 മൈൽ വരെ വേഗതയിൽ ആഞ്ഞടിച്ച ഫ്ലോറീസ് കൊടുങ്കാറ്റ് ബ്രിട്ടനെ ദുരിതത്തിലാക്കി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ചിലയിടങ്ങളിൽ കാരവനുകളെയും മറിച്ചിട്ടുകൊണ്ടാണ് ഫ്ലോറീസ് ആഞ്ഞടിച്ചത്. റെയിൽ ഗതാഗതവും സ്തംഭിച്ചു. തീരപ്രദേശങ്ങളിൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഓഫീസ് കൊച്ചിയിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, സെക്രട്ടറി ജനറൽ ഷാജി മാത്യു, ട്രഷറർ സണ്ണി വെളിയത്ത്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് തങ്കം അരവിന്ദ്, തങ്കമണി ദിവാകരൻ, വുമൻസ് ഫോറം പ്രസിഡന്റ് ഷീല റജി, ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ജോസ് കൊലത്ത്, വിളനിലം ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് പത്മകുമാർ നായർ, സുജിത് ശ്രീനിവാസൻ, യൂത്ത് ഫോറം പ്രസിഡന്റ് രേഷ്മ റജി, വുമൻസ് ഫോറം ചെയർ സലീന മോഹൻ അടക്കം ലോകമെമ്പാടുമുള്ള 100-ലധികം അംഗങ്ങൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ബ്രിട്ടനിൽ ബർഗറുകൾ, സോസേജുകൾ, ചിക്കൻ എന്നിവയുടെ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 2.85 പൗണ്ടിൽ നിന്ന് 5.5 പൗണ്ട് ആയി ഉയർന്നു. പക്ഷിപ്പനിയും വളർത്തുകോഴികളുടെ എണ്ണം കുറയ്ക്കാനുള്ള പോൾട്രി കർഷകരുടെ തീരുമാനവും വില വർദ്ധിച്ചു. ബീഫ് വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 53% വർദ്ധിച്ചതായി വില വിശകലന വിദഗ്ധരായ അസോസിയ പറയുന്നു. വില കൂടിയതിനാൽ സ്റ്റീക്കും കബാബുകളും മെനുവിൽ നിന്ന് ഒഴിവാക്കി ബ്രിട്ടീഷുകാർ കോഴിയിറച്ചിയിലേക്ക് മാറുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഉണ്ടാക്കിയ കരാറിന് EU പച്ചക്കൊടി കാട്ടിയതോടെ ചെറിയ ബോട്ടുകളിൽ എത്തുന്ന അഭയാർത്ഥികളെ തടഞ്ഞുവെക്കാനും ചില ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിലേക്ക് തിരികെ അയക്കാനും നടപടി ആരംഭിച്ചു UK. ഫ്രാൻസും UKയും തമ്മിലുള്ള 1-in 1-out ഉടമ്പടി പ്രകാരം അഭയാർത്ഥികളെ ആദ്യമായി ചാനലിന് കുറുകെ തിരിച്ചയക്കാൻ ആഭ്യന്തര ഓഫീസിനെ അനുവദിക്കും. ഇനി മുതൽ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് UKയിലേക്ക് ചാനൽ കടന്നവർക്ക് സുരക്ഷിതമായ വഴികൾ അനുവദനീയമല്ലാതാകും. പദ്ധതിയുടെ പൈലറ്റ് കാലയളവിൽ ആഴ്ചയിൽ ഏകദേശം 50 പേരെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലണ്ടനിൽ പുതിയ നയത്തിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളിൽ 95% വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചില്ല എങ്കിലോ 90% വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കുന്നത് വരെ തുടർന്നില്ലെങ്കിലോ യൂണിവേഴ്സിറ്റികൾക്ക് പിഴ ഒടുക്കേണ്ടതായി വരുമെന്ന് മുന്നറിയിപ്പ്. മാത്രമല്ല 5%-ലധികം വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്ക് വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തും. മാത്രമല്ല വളരെ മോശം പ്രകടനം നടത്തുന്ന യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്യും. റോദർഹാമിലെ അഭയാർത്ഥികളെ താമസിപ്പിച്ച ഹോട്ടലിന് നേരെയുള്ള ആക്രമണത്തിൽ പങ്കെടുത്ത് ജയിലിലായ വ്യക്തി കുടിയേറ്റക്കാരോട് മാപ്പ് ചോദിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. സൗത്ത് പോർട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന കലാപത്തിന്റെ 1-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് BBC തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്ററിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അയാളത് വ്യക്തമാക്കിയത്. കേംബ്രിഡ്ജ് ട്രെയിൻ സ്റ്റേഷന് സമീപമുള്ള മിൽ പാർക്കിൽ രാജ്യാന്തര വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. സൗദി പൗരനായ 20 വയസ്സുള്ള മുഹമ്മദ് അൽ ഖാസിമാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേംബ്രിഡ്ജ് സ്വദേശിയായ ചാസ് ഗോർഗനെ കൊലപാതകം, ആയുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ബുധനാഴ്ച കേംബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ വാദം കേൾക്കുന്നതുവരെ ചാൻസിനെ പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടു. ചാൻസിന് പുറമെ കൊലപാതകത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന 50 വയസ്സുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിൽ ഡ്രൈവിംഗ് പരിശോധന നേരത്തെയാക്കാനായി ബ്രോക്കർമാർ അപേക്ഷകരിൽ നിന്നും ഇരട്ടി തുകയിലധികം വാങ്ങുന്നതായി റിപ്പോർട്ട്. പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി 6 മാസം വരെ കാത്തിരിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ ടെസ്റ്റ് സ്ലോട്ടുകൾ ഏത് വിധേനയും കൈക്കലാക്കാൻ ജനങ്ങൾ തയ്യാറാവുകയാണ്. ഇതോടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കരിഞ്ചന്ത രൂപം കൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ കുടിയേറ്റക്കാരെ താമസിപ്പിച്ച ഹോട്ടലിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ജനക്കൂട്ടത്തിനെതിരെ കൈവിരൽ കൊണ്ട് അശ്ലീലം കാണിച്ച അഭയാർത്ഥിയെ പോലീസ് നീക്കം ചെയ്തു. ഏകദേശം 40ഓളം കുടിയേറ്റ വിരുദ്ധർ പ്രകടനം നടത്തിയിരുന്ന ബോൺമൺസിലെ ബോസ്കോംബിലുള്ള ഷൈൻ ഹോട്ടലിന് മുൻപിലായിരുന്നു സംഭവം. 6 മാസം കൊണ്ട് അനധികൃത കുടിയേറ്റം ജർമ്മനി പകുതിയാക്കി. അഭയാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായത് തങ്ങളുടെ കർശനമായ കുടിയേറ്റ നയങ്ങൾ കാര്യക്ഷമമാണ് എന്നതിന്റെ തെളിവാണെന്ന് ജർമ്മനി പറയുന്നു. തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലൂടെ പ്രശസ്തനായ ലേബർ നേതാവായ ജെറമി കോർബിൻ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരുന്നു. മുൻ ലേബർ MP കൂടിയായ വനിതാ നേതാവ് സാറ സുൽത്താനയാണ് പുതിയ ഉദ്യമത്തിൽ കോർബിന് കൂട്ട്. ഇരുവരും ചേർന്ന് രൂപം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് ഇതിനോടകം 6 ലക്ഷത്തോളം പേരാണ് യുവർ പാർട്ടി എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ പേര് തുടങ്ങുന്ന ദിവസമോ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും തീവ്ര ഇടതു ആശയങ്ങളുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ലക്ഷ്യമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞു. പ്രവർത്തകരെ ആകർഷിക്കാനായി രജിസ്റ്റർ ചെയ്ത യുവർ പാർട്ടി എന്ന വെബ്സൈറ്റിന്റെ പേര് തന്നെ പാർട്ടിയും നൽകിയേക്കും. നഗരത്തിലെ ഭൂഗർഭ മെട്രോ സിയുടെ T2 സെക്ഷൻ നിർമ്മാണത്തിന് അനുമതിയായി. ഇറ്റലിയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെയും മധ്യ ഇറ്റലിയിലെ ഏറ്റവും നീളം കൂടിയതുമായ ടൈബർ നദിയുടെ അടിത്തട്ടിൽ നിന്ന് 25 മീറ്റർ താഴെ കൂടിയാവും പുതിയ മെട്രോ ലൈൻ കടന്നുപോകുന്നത്.
ഭൂനിരപ്പിൽ നിന്ന് 48 മീറ്റർ വരെ താഴെ കൂടിയാകും പലയിടങ്ങളിലും പാത കടന്നു പോകുന്നത്. പ്യാസ വെനീസിയ മുതൽ വിയാലെ മസ്സിനി വരെ 4 കിലോമീറ്റർ നീളുന്നതാണ് പുതിയ പാത. ഇതിൽ 4 പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു. കിയാസെ നോവ, സാൻ പിയത്രോ, ഒത്തവിയാനോ, ക്ലോഡിയോ എന്നിവയാണ് പുതിയ പാതയിലെ സ്റ്റേഷനുകൾ. ഭൂനിരപ്പിൽ നിന്ന് 43 മീറ്റർ വരെ താഴെ 7 ഭൂഗർഭ നിലകളിലായിട്ടായിരിക്കും സ്റ്റേഷനുകൾ വികസിപ്പിക്കുക. ബ്രിട്ടീഷ് വനിതയ്ക്ക് തുനീസിയയിൽ പാരാസൈക്ലിംഗിനിടെ ലൈംഗികാതിക്രമം നേരിട്ടതായി പരാതി. മെഴ്സി സൈഡിൽ നിന്നുള്ള 52 വയസ്സുകാരിയാണ് ടാൻഡം പാരാസൈക്ലിംഗ് നടത്തുന്നതിനിടെ മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവധിക്കാലം ആഘോഷിക്കുന്നതിനായി സ്ത്രീ സുഹൃത്തിനൊപ്പം പാരാസൈക്ലിംഗ് നടത്തുന്നതിനിടെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നത്. ശക്തമായ കാറ്റുള്ളതിനാൽ ഇരുവരും ഇൻസ്ട്രക്ടറുടെ കൂടെ പാരാസൈക്ലിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇൻസ്ട്രക്ടർ യുവതിയോട് അതിക്രമം കാണിച്ചത്. ഗുഡ് മോർണിംഗ് യൂറോപ്പ് ന്യൂസ് അവസാനിച്ചു. നന്ദി.